രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റി. എന്നോ എവിടെയോ എങ്ങനെയോ ഒരു വിളി. പണ്ട് മറ്റേ ചുപ്രം മറ്റൊരു വിളിക്കും പോലത്തെ ഒരു വിളി. അത് എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. അമ്മാവാ എന്നുള്ളൊരു വിളിയാണ്. എങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹായ്, ആക്ഷൻ്റെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്തിരിക്കുന്നു. CID രാജൻ സ്പീക്കിംഗ്. ഹായ്, നിങ്ങൾ ആരാണെന്ന് പറയൂ. ഞാൻ ബാബുവാണ് സംസാരിക്കുന്നത്. ഇവിടെ വെള്ളാനിക്കൽ എന്ന ടൂറിസ്റ്റ് സങ്കേതത്തിൽ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട്. അന്വേഷിച്ച് കണ്ടെത്താമോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. അശലം എനിക്ക് മനസ്സിലായി. വെള്ളാനിക്കൽ അഭയംകൂട് പാറമുകൾ ക്ഷേത്രം, അല്ലെങ്കിൽ വെള്ളാനിക്കൽ ക്ഷേത്രം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രത്തിന് സമീപം ആ ടൂറിസ്റ്റ് സ്ഥലത്തിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അന്ന് ഫയർഫോഴ്സും എഞ്ചിനുമൊക്കെ വന്ന് തീ അണച്ചു. അവിടെ ഒരു മനോഹരമായ ഒരു ഗുഹയുമുണ്ട്. അവിടെ ധാരാളം സീരിയലും സിനിമയുമൊക്കെ ഷൂട്ട് ചെയ്യുന്ന അതിമനോഹരമായ സ്ഥലമാണ്. പടിഞ്ഞാറോട്ട് നോക്കിയാൽ സമുദ്രവും കിഴക്കോട്ട് നോക്കിയാൽ സഹ്യപർവ്വതവും കാണാം. അവിടെ അന്നുണ്ടായ തീപിടുത്തത്തിൽ പോലീസിനെ അറിയിച്ചു തീ കെടുത്തി. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവിടെ മരണം നടന്നത്? അതിനെക്കുറിച്ച് താങ്കൾ വിശദീകരിക്കാമോ? എൻ്റെ സംശയത്തിൽ ഏതോ ആപ്പ് വഴി മൊബൈൽ ലോണ് എടുത്തവനോ കൊടുത്തവനോ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് അക്കാര്യങ്ങൾ മനസ്സിലായി. നമ്മുടെ രാജ്യത്ത് നടക്കാവുന്ന ഒരു ദുരന്ത സംഭവങ്ങളിൽ ഒന്നാണ് ഈ മൊബൈൽ ലോൺ. അത് എടുക്കുന്നവന് ആരാണ് നൽകുന്നതെന്നറിയില്ല. എന്നാൽ കൊടുക്കുന്നവന് ഇവന്മാരുടെ കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോസും സ്ത്രീകളുടെ ഫോട്ടോസും കയ്യിലുണ്ട്. ആ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ സ്ത്രീകളുടെ ഉൾപ്പെടെ മറ്റുന്ന ഫോട്ടോസ് കാണിച്ച് അവരെ അപമാനിക്കും. അങ്ങനെ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ വ്യക്തികളുടെ അവകാശങ്ങളും ജീവൻ്റെ വിലയും നമ്മൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമങ്ങൾ ഇറക്കണം. പക്ഷേ എൻ്റെ ബലമായ സംശയം ഞാൻ പറയട്ടെ. അണ്ണ, ഞാൻ CIയുടെ അസിസ്റ്റൻ്റാണ്. ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി. അണ്ണൻ ആരിൽ നിന്നോ മൊബൈൽ ആപ്പ് വഴി ലോൺ എടുത്തു. ലോൺ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ അണ്ണൻ്റെ ആരുടെയോ നക്കിലെ ചിത്രം കാണിച്ചു. അതിൽ ദേഷ്യം പൂട്ട അണ്ണൻ അവനെ കൊന്നു. സംഗതി അതല്ലേ അണ്ണ? അവരുടെ നിലവിളിയാണ് നേരത്തെ അവർ കേട്ടെന്ന് പറഞ്ഞത്.